നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ക്രമക്കേടിൽ ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ധനഞ്ജയ് ലോഗണ്ടെ എന്നയാളാണ് പിടിയിലായത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ ചെയ്യുന്നു. അർജുൻ, ഇപ്പോൾ കേസ് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നിലവിൽ എത്ര പേരാണ് പിടിയിലായിരിക്കുന്നത്? ഈ പറയുന്ന ധനഞ്ജയുടെ റോൾ ഇതിൽ എന്താണ്? സുഹൈൽ, ഇപ്പോൾ 10 പേർ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും ഒടുവിലായിട്ട് മഹാരാഷ്ട്രയിലെ ധനഞ്ജയ് ലോഖണ്ഡെ, അയാളെ മഹാരാഷ്ട്രയിലെ രഹുരിയിൽ നിന്നാണ് അഹല്യാനഗർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ഈ ഒരു ക്രമക്കേടിന്റെ എല്ലാം തന്നെ സെന്റർ, അതായത് ഒരു എപ്പിസെന്റർ ആയി വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എന്തായാലും സി ബി ഐ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ചോർച്ച ഉണ്ടായത് ഇയാളിൽ നിന്നാണോ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ CBI തേടുന്നുണ്ട്. അതിനാദ്യം ഈ വ്യക്തിയെ ധനഞ്ജയെ പോലീസ് CBIക്ക് കൈമാറും. പിന്നീട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കും. കഴിഞ്ഞ ദിവസം നാസിക്കിൽ നിന്നും പിടിയിലായ ശുഭത്തിന് ചോദ്യപേപ്പർ നൽകിയത് ധനഞ്ജയാണ്. പക്ഷേ ഈ ഒരു ചോദ്യപേപ്പർ അത് യഥാർത്ഥ നീറ്റ് ചോദ്യപേപ്പർ ആണ് എന്നുള്ള സംശയം CBIക്കും അതുപോലെ തന്നെ രാജസ്ഥാനിലെ പ്രത്യേക അന്വേഷണ സംഘത്തിനുമുണ്ട്. അത് കൂടുതൽ അക്കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, CBI ഈ പറയുന്ന ധനഞ്ജയുടെ കസ്റ്റഡിയിൽ വാങ്ങി അയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന്റെ എല്ലാം സൂത്രധാരൻ ഈ പറയുന്ന ധനഞ്ജയ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ധനഞ്ജയ്ക്ക് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ഈ ഒരു ചോദ്യപേപ്പർ ധനഞ്ജയ്ക്ക് മറ്റാരെങ്കിലും നിന്നും അയച്ചു ലഭിച്ചതാണോ എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വലിയ തോതിൽ വിദ്യാർത്ഥികളെയും ചോദ്യം ചെയ്യാനായി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ 150-ലധികം വിദ്യാർത്ഥികളുടെ മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ പലരുടെയും മാതാപിതാക്കളുടെയും ഈ വിദ്യാർത്ഥികളെല്ലാം സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോഴും ഏറ്റവും വലിയ ചോദ്യം, ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മുഖ്യ സൂത്രധാരനാണോ, ഇനി അതല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ എവിടെ നിന്ന് ചോർന്ന് കിട്ടി എന്നുള്ള കാര്യം തന്നെയാണ് സുഹൈൽ. പുതുകാലത്തെ LP സ്കൂൾ ലെവൽ തൊട്ട് തന്നെ പലരും നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വപ്നം കണ്ട് മെനക്കെട്ടിരുന്ന് പഠിക്കുന്ന പരീക്ഷയുടെ വിശ്വാസ്യത കൂടി നഷ്ടപ്പെടുകയാണ് ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകൾ. ഒരു ഫോട്ടോ കോപ്പിയോ മൊബൈലിലെ ഫോട്ടോ അല്ല, മറിച്ച് യഥാർത്ഥ ചോദ്യപേപ്പർ തന്നെയാണ് ചോർന്നെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്, CBI ഉള്ളത്. ഈ ചോദ്യപേപ്പർ ശുഭം എന്ന വ്യക്തിക്ക് കൊടുത്ത ധനഞ്ജയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.